വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാനിവിടെ ഒരു 5-6 പീസ് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ, ഫ്രിഡ്ജിലൊക്കെ, ആ ബ്രെഡ് എടുത്തതാണ്. ബാക്കി വന്ന ബ്രെഡൊക്കെ ഉണ്ടാവില്ലേ, ഇതൊരു 5-6 പീസ് ഉണ്ട്. അതുപോലെ ഒരു കാക്കപ്പ് റവ ഉണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ വേവിപ്പിച്ച് വെച്ചിട്ടുണ്ട്, ഉപ്പൊക്കെ ഇട്ടിട്ട്. ഇതൊരു ഫില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് സവാള, പച്ചമുളക് ഒക്കെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഇത് ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഈ ബ്രെഡ് ഇതിലേക്ക് പൊടിച്ചിട്ടിട്ട് കൊടുക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. റവ, ഇത് ഗോതമ്പ്, നന്നായി പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് തട്ടിക്കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ കുഴക്കില്ലേ, അതുപോലെ കുഴച്ചെടുത്താൽ മതി. നല്ലോണം വെള്ളം ചേർത്ത് കുഴച്ചെടുക്കുക. പൂരിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചിട്ട് ഒരു 10 മിനിറ്റ് വരെ അവിടെ മൂടി വെച്ച് കൊടുക്കുക. ഇത് കുഴച്ചെടുത്തിട്ട് നമ്മൾ പൂരിക്ക് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി. ഇനി കുറച്ച് സമയം അവിടെ മൂടി കൊടുക്കാം. റവ ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് ചേർന്ന് വന്നിട്ട് നമുക്കിതിന് മസാല ഉണ്ടാക്കിയെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞിട്ട്, അതുപോലെ കുറച്ച് പച്ചമുളക് പൊടിയാക്കി അരിഞ്ഞുണ്ട്, അതൊന്ന് നോക്കട്ടെ. സവാള പച്ചമുളകൊക്കെ വഴന്ന് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് മൂത്താൽ മതിയല്ലോ. മല്ലിയില, പുതിന, ഉപ്പ് ഒരു നുള്ളിട്ട് കൊടുത്താൽ മതി. അത് ഇതെല്ലാം ഉപ്പ് ആവശ്യത്തിന് കൊടുക്കാവുള്ളൂ. പച്ചമുളകിൻ്റെ പൊടി, എരിവ് കുറവാണ്. പിന്നെ ഒരു നുള്ള് മല്ലിപ്പൊടി ഇട്ട് വെക്കാം, കുറച്ചിട്ട് വെച്ചാൽ മതി. മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല പൗഡർ. ഇത് പെരിഞ്ചീരകമൊക്കെ കൂട്ടി പൊടിച്ച് വെച്ചതാണ്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. ഞാൻ ചിക്കനിലേക്ക് ഇട്ട് വെക്കാം. ഇനിയിപ്പോൾ ചിക്കനില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കട്ടോ. എനിക്ക് നന്നായി മസാല ചേർത്ത് വെക്കാൻ പറ്റും. ഇപ്പോൾ ഇത് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടാക്കാം, ക്യാബേജ് ഇട്ടിട്ടുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാട്ടോ. ഞാൻ പിന്നെ ചിക്കൻ ഇട്ടുന്നേ ഉള്ളൂ. ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് മുക്കാനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച്
കോൺഫ്ലവർ അതിൽ മുക്കിയിട്ട് വേണം പൊരിച്ച് കൊടുക്കാൻ. ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കോൺഫ്ലവർ, ഇത് മൈദ. കുറച്ച് ഉപ്പിട്ടെടുക്കാം. അപ്പോൾ നമുക്കതൊന്ന് ഡിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ശരിയാവില്ല. കുറച്ച് കുരുമുളകിൻ്റെ പൊടി, ഇതൊന്ന് കലക്കിയെടുക്കാം. കുറച്ച് വെള്ളത്തിൽ കുറച്ച് കുറുകിയ നിലയിൽ കലക്കിയെടുത്താൽ മതി. അപ്പോൾ നമുക്കത് മുക്കിയെടുക്കാൻ പറ്റും. തീരെ കട്ടയില്ലാണ്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ഇതിവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചേർക്കാനുള്ള ചിക്കൻ, ഇതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാനുണ്ട് ചിക്കനിൽ. അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ആ ഗ്രേവിയിൽ. കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് ഇത് പരത്തിയെടുക്കാം. നമുക്കിത് പരത്തിയെടുക്കാം. കുറച്ച് മൈദയോ ഗോതമ്പോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയേ. സാധാരണ പൂരിക്ക് പരത്തുന്ന, ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. പൂരിയിൽ പരത്തിയെടുത്താൽ മതി. നമ്മൾ പൂരിക്കൊക്കെ പരത്തൂല, ചപ്പാത്തിക്ക് പരത്തുന്ന വലുപ്പത്തിൽ പരത്തിയാൽ നമുക്കിതുപോലെ രണ്ടെണ്ണമൊക്കെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കണ്ടോ, അതാണ് ഇട്ടിട്ട് ബാക്കിയുള്ള പരത്തിയെടുക്കാം. കുറച്ച് വലിയ പൊടി എടുത്താൽ മതി. ഇതേമാതിരി ഇട്ട് വയ്ക്കുക. പൊടി ഇട്ട് കൊടുക്കുക, പരത്തി. ഇതേപോലെ നന്നായി പരന്ന് വരും. നമ്മൾ കുറച്ച് സമയം വെച്ചിട്ടുണ്ടല്ലോ, അപ്പം നമുക്കിത് നന്നായി പരന്ന് കിട്ടും. പിന്നെ റവ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കട്ട് ചെയ്യാം. ഇതിൽ കിട്ടിയാൽ മതി. ഇങ്ങനെ കിട്ടിയാൽ നമുക്ക് ഇന്നതിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറേശ്ശെ ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി. മറ്റേതെടുത്താൽ ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ നന്നായി ഒട്ടിച്ചു കൊടുക്കുക. ഇതും അതുപോലെ തന്നെ ഇതേപോലെ എല്ലാം ചെയ്തെടുത്താൽ മതി. കുറേശ്ശെ ഫില്ലിങ് മതി. നാലോറം ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. പൂട്ടിക്കൊടുക്കുക.
ഇതുപോലെ നമുക്ക് എല്ലാം പരത്തിയെടുക്കാം. ഈ രീതിക്ക് ചെയ്താൽ മതി. നല്ലോണം ക്ലോസ് ചെയ്ത് കൊടുക്കണം. ഇനി ബാക്കിയുള്ളതൊക്കെ പരത്തിയെടുക്കാം. നമ്മളെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മളേക്ക് ഇത് ഒന്ന് ഇതിൽ ഡിപ്പ് ചെയ്യാം. നമ്മൾ കലക്കി വെച്ചിട്ടില്ലേ, ഡിപ്പ് ചെയ്തിട്ട് നേരെ ഇതിലേക്ക് ഇട്ടെടുത്താൽ നല്ലോണം ഒട്ടിച്ച് വെക്കണം. അതുപോലെ ഇട്ട് കലക്കി വെച്ചില്ല. വേറെ നമുക്കിത് തിരിച്ച് വെച്ച് കൊടുക്കാം. തിരിച്ചും മറിച്ചും വെച്ച് കൊടുത്തിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെച്ചാൽ ബ്രെഡൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ എന്തായാലും ബാക്കിയൊക്കെ ഉണ്ടാവില്ല. വെജിറ്റബിൾ വെച്ച് കൊടുത്താലും മതി. എന്തെങ്കിലുമൊക്കെ പച്ചക്കറിയൊക്കെ എടുത്തിട്ട് ഇതേമാതിരി കുറച്ച് ഗ്രേവി ഉണ്ടാക്കുക. കുറച്ച് എന്താ പറയുക, അതുണ്ടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇതെടുക്കാം. ഇതെടുത്തിട്ട് നമുക്ക് അടുത്തിട്ട് വെക്കാം. ഇത് എണ്ണ കുടിക്കുന്നൊന്നും പേടിക്കാനൊന്നും ഇല്ല കേട്ടോ. ഇനി നമുക്ക് അടുത്തിട്ട് വെക്കാം. ഇതും ഒഴിഞ്ഞാണ്, ഇതും എടുക്കാം. ഇപ്പം നമുക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പേടിയുള്ള ആൾക്കാർ നേരെ അത് മുക്കിയിട്ട് നേരെ ഈ ചട്ടകത്തിലേക്ക് വെക്കുക. എന്നിട്ട് ചട്ടകം കൊണ്ട് അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താലും മതി. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇപ്പോൾ ഞാൻ പൊരിച്ചതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പൊരിച്ച് നോക്കിയാൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യുക. എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.